വടക്കൻ ഇസ്രയേലിൽ ബുധനാഴ്ച ലെബനനിൽ നിന്നും ഹിസ്ബുള്ള നടത്തിയ കനത്ത ബോംബാക്രമണത്തിൽ ഒരു ഇസ്രയേലി സൈനികൻ കൊല്ലപ്പെട്ടു. 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ വടക്കൻ സൈനിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സഫാദ് പട്ടണത്തിലായിരുന്നു റോക്കറ്റുകൾ പെരുമഴ പോലെ വന്നു വീണത്. 4 മാസം മുൻപ് യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും കനത്ത ഹിസ്ബുള്ളയുടെ ആക്രമണമായിരുന്നു ഇത്. ഇസ്രയേലിൻ്റെ മിസൈൽ പ്രതിരോധമായ അയൺ ഡോം മറികടന്ന് 15 കിലോമീറ്ററോളം ഉള്ളിലേക്ക് സഞ്ചരിച്ചാണ് ഹിസ്ബുള്ളയുടെ മിസൈലുകൾ സഫാദിൽ സംഹാര താണ്ഡവം നടത്തിയത്. ഗാസയിലെ ജനനിബിഡമായ റഫ മേഖലയിൽ രൂക്ഷമായ ആക്രമണത്തിന് ഇസ്രയേലിൻ്റെ IDF തയ്യാറെടുക്കുന്ന സമയത്താണ് ഹിസ്ബുള്ള ഈ റോക്കറ്റ് ആക്രമണം നടത്തിയത്. ഏതാനും ഹിസ്ബുള്ള നേതാക്കളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ ആക്രമിച്ചിരുന്നു. അവരിൽ ചിലരൊക്കെ കൊല്ലപ്പെട്ടതായും വാർത്ത ഉണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ലെബനീസ് അതിർത്തിയിലെ ഹൗലയിൽ വിശ്വാസികൾ പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഒരാൾ മരിച്ചതായും 11 പേർക്ക് പരിക്കേറ്റതുമായാണ് അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് പകരമായി ഹിസ്ബുള്ളയുടെ മിസൈൽ താവളങ്ങൾ ആക്രമിച്ച് മറുപടി കൊടുത്തെന്നാണ് ഇസ്രയേൽ പറഞ്ഞത്. ഇത് യുദ്ധമാണ്. ഇസ്രയേലി ദേശരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗവീർ പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ പ്രതികരണം മാറ്റേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. 4 മാസത്തിനിടയിൽ ഇസ്രയേലി ആക്രമണങ്ങളിൽ ലെബനനിൽ 231 പേരെങ്കിലും ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബുള്ള ഹമാസിനേക്കാൾ ശക്തരായ ഒരു എതിരാളികളാണ്, വെല്ലുവിളിയാണ് എന്നത് കണക്കിലെടുത്ത് അവരുമായി ചർച്ചയ്ക്ക് ഇസ്രയേൽ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ഒട്ടേറെ യുദ്ധങ്ങളുടെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ലെബനോൺ നേരിട്ട് ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ക്രിസ്ത്യൻ പ്രസിഡന്റും സുന്നി മുസ്ലിം പ്രധാനമന്ത്രിയുമുള്ള ലെബനൻ ആ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന ഷിയ മുസ്ലിം ഗ്രൂപ്പായ ഹിസ്ബുള്ളക്ക് എല്ലാവിധ സഹായവും എത്തിക്കുന്നത് ഇറാനാണ്. തുടർച്ചയായ ആക്രമണങ്ങൾ കൊണ്ട് ഇസ്രയേലിൻ്റെ സമ്പദ് വ്യവസ്ഥയും സുരക്ഷയും തകർക്കുമെന്നാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ള താക്കീത് നൽകുന്നത്. ഗാസയിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിൻവാങ്ങുന്നതുവരെ ഹിസ്ബുള്ള വിട്ടുകൊടുക്കില്ല എന്നും അദ്ദേഹം പറയുന്നു.